സ്നേഹം മാത്രമാണ് ഗുരു, സ്നേഹം മാത്രമാണ് ഈശ്വരാരാധന, സ്നേഹം മാത്രമാണ് ജീവിതം. നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയുമോ എന്ന് ഒരകൽച്ചയുമില്ലാതെ ഈ മൈക്രോഫോണും ഞാനും ഇരിക്കുന്നതിലും അടുത്തു നിന്നുകൊണ്ട് ഈ പ്രപഞ്ചത്തെയും സൗരയൂഥത്തെയും എന്താണെന്ന് ഒരു നിമിഷത്തിൻ്റെ എല്ലാ അന്തർ നിയാമക ശക്തിയിലും മനസ്സിലാക്കുന്ന ഒരു ഗുരു ഇത്ര അടുത്തു നിന്നുകൊണ്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് സ്നേഹിക്കാൻ കഴിയുന്നില്ല, എൻ്റെ ദുഃഖം അതുമാത്രമാണ് എന്ന് കഴിഞ്ഞ 3-4 മാസമായി കേട്ടപ്പോൾ ജീവിതത്തെക്കുറിച്ച് അന്ന് വരെ ഉണ്ടായിരുന്ന സകല അർത്ഥങ്ങളും മാറി. എന്തുകൊണ്ട് സ്നേഹിക്കാൻ കഴിയുന്നില്ല? നിങ്ങളുടെ ഗുരു പറയുമ്പോൾ പലപ്പോഴും ഞാൻ അടുത്തുണ്ടായിരുന്നു. എനിക്ക് ദുഃഖമുണ്ട്, എനിക്ക് വേദനയുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് ഇത് മനസ്സിലാക്കുന്നില്ല? നിങ്ങൾക്ക് എന്തുകൊണ്ട് സ്നേഹിക്കാൻ കഴിയുന്നില്ല? എത്രയോ അയത്ന ലളിതമാണ് സ്നേഹിക്കുക. ഇങ്ങനെ പറയാനൊരു ഗുരുവുള്ള നാം എന്തുകൊണ്ടാണ് ഗുരുവിനെ ദുഃഖിപ്പിക്കുന്നത്? ഇന്ന് രാവിലെയും ഇന്നലെ സായാഹ്നത്തിലും ഗുരുവിൻ്റെ കണ്ണുകൾ നിറയുന്നത് ഞാൻ കണ്ടിരുന്നു. ഞാൻ ആദ്യമായി അവിടുത്തെ കാണാൻ പോയപ്പോൾ ഞാൻ എൻ്റെ ദുഃഖം പറഞ്ഞു. ഈ സംസ്കാരം നശിക്കാൻ പോവുകയാണ് ഗുരു, എന്താണ് ചെയ്യാൻ കഴിയുന്നത്? ഞാൻ വളരെയേറെ ദുഃഖിച്ചാണ് തിരുവനന്തപുരത്തു നിന്ന് വന്നത്. ഒരുപക്ഷെ എൻ്റെ തൊണ്ട ഇറങ്ങിയിരിക്കാം. അപ്പോൾ ഗുരു നെഞ്ചിലിങ്ങനെ കൈയമർത്തി. എനിക്ക് ആദ്യം തോന്നിയത് അത് നമ്മുടെ സാധാരണ നമസ്കാര രീതി ആയിരിക്കും. അദ്ദേഹം 2 കൈയും എടുത്ത് അമർത്തി. ആ കണ്ണുകൾ നിറഞ്ഞിരുന്നു. നമുക്ക് അന്യോന്യമുള്ള ഏക ദുഃഖം അതായിരിക്കണം. ആ കണ്ണുനീർ ഇനിയും നമ്മെ ഓർത്തെങ്കിലും ഒഴിക്കാൻ ഗുരുവിനെ അനുവദിക്കരുത്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി അസാധാരണമായ ദുഃഖത്തിലാണ് ഗുരു. കുട്ടികളിലൂടെ ആ ഇനി വരുന്ന സന്താന പരമ്പരയിലൂടെ അങ്ങനെ ഒരു കൾച്ചറിൽ ജീവിച്ച് വളർന്ന് വരുമ്പോഴും മാത്രമേ ലോകത്ത് സംസ്കാരമുള്ള കൾച്ചറുള്ള കുട്ടികൾ ജനിക്കൂ എന്നാണ് ഗുരു പറഞ്ഞതും. അതിനുവേണ്ടിയാണ് ഈ സാംസ്കാരിക ദിനം ആചരിക്കാൻ വേണ്ടി, ആഘോഷിക്കാൻ വേണ്ടി ഗുരു നിർദ്ദേശിച്ചത്. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, 4 രീതിയിൽ മനുഷ്യൻ വിഭജിക്കപ്പെട്ടു. ഇതെല്ലാം തൊഴിലിന്റെ പുറത്താണ്. അതവരെ ബോധപൂർവം അതിനകത്ത് അടച്ച് ആക്കുകയായിരുന്നു. അങ്ങനെ സത്യപ്രാണന്റെ ഈ പരമ്പര കടന്നു പോകുമ്പോൾ ഇതിനൊരു മാറ്റം വരുത്തണം, ഈ തെറ്റ് തിരുത്തപ്പെടണം എന്നാഗ്രഹിച്ചുകൊണ്ട് ബ്രഹ്മം ആ കറുത്ത മുത്തിനെ ഭൂമിയിലേക്ക് അയക്കുകയാണ്. അടുത്തതായി നമ്മുടെ ഈ വിശേഷ ദിനത്തിൽ നിങ്ങളോടൊപ്പം പങ്കുചേരാനും ഇതിനെക്കുറിച്ച് കുറെ കൂടി ആംഗലേയങ്ങൾ സംസാരിക്കുവാനും നമ്മുടെ പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി ശ്രീ അജിത് കുമാർ വിയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. ഗുരുവേശ്വരൻ, ഇത് നമ്മുടെ സാംസ്കാരിക ദിനമാണ്. അത് ഗുരു നമുക്ക് അനുവദിച്ചു തന്നൊരു ദിവസമാണ് നവംബർ 5 സാംസ്കാരിക ദിനം. ഇതിന്റെ പ്രത്യേകത, നമ്മുടെ സാംസ്കാരിക ദിനം എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവെ മനുഷ്യര് ചിന്തിക്കുക എന്ന് പറയുന്നത്, മനുഷ്യന്റെ സംസ്കാരം അല്ലെ സിവിലൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് കല, സാഹിത്യം, എഴുത്ത്, വര, ഇതൊക്കെയാണ് സാഹിത്യമായിട്ട് നമ്മൾ സങ്കല്പിച്ച് നമ്മുടെ അറിവാക്കി വെച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ ഗുരു വിഭാവന ചെയ്യുന്ന ഒരു എന്താ പറയാ, ഒരു സംസ്കാരം എന്ന് പറയുന്നത് ഇതല്ല. അതെന്ന് പറഞ്ഞത് മാനവരാശിയുടെ ദൈവത്തിൽ ചേർത്ത് വെച്ചുള്ള അല്ലെങ്കിൽ പരബ്രഹ്മ സങ്കല്പത്തിലുള്ള ഈശ്വര സംസ്കാരത്തെ കുറിച്ചാണ് ഇതുവരെ സന്യാസിമാർ, നമ്മുടെ ആർഷഭാരത സന്യാസിമാരും നമ്മുടെ പ്രവാചകന്മാരും ഒക്കെ പറഞ്ഞു വെച്ച അവരുടെ ജന്മദൗത്യം എന്ന് പറയുന്നത് ആ ഒരു സംസ്കാരത്തെ പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ്. ആ സംസ്കാരത്തിൽ വന്ന ധർമ്മച്യുതിയുടെ
ഒരു തുടർച്ചയാണ് നമ്മൾ അനുഭവിക്കുന്നത്. അതിന്റെ ബാക്കി പത്രമാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അതിന്റെ വിശദമായ രൂപം നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് അതിന്റെ ആവിർഭാവം തൊട്ട് പറയുകയുണ്ടായി. എന്താണ് നമ്മുടെ മനുഷ്യരാശിയുടെ സംസ്കാരത്തിൽ വന്ന ഒരു അപജയം, അത് എവിടെ തുടങ്ങി എന്ന് അവിടെ നിന്നാണ് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് അധ്യക്ഷ പ്രസംഗത്തിൽ. അതെന്ന് പറയുന്നത് നമ്മുടെ മാനവ ചരിത്രം പറയുമ്പോൾ, നമ്മുടെ മനുഷ്യന്റെ ചരിത്രം പറയുമ്പോൾ 2000, 2500, മാക്സിമം 5000 വർഷത്തിനകത്തുള്ള കഥ മാത്രമേ നമ്മുടെ ആധുനിക ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളൂ. ഈ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി അല്ലെങ്കിൽ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞ് പഠിക്കുന്നതിനകത്ത് ഒരു 2000, 2500 കാലത്തെ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് അറിവുള്ളൂ. എന്നാൽ നമ്മുടെ ഗുരു കരുണാകര ഗുരുവിന്റെ ആത്മീയ യാത്രയിൽ ഒരു ഘട്ടം വരുമ്പോൾ ഇതിന് പുറത്തുള്ളൊരു ആശയത്തെക്കുറിച്ചും ഇതിന് പുറത്തുള്ളൊരു ജീവിതത്തെക്കുറിച്ചും ഗുരുവിന് ജ്ഞാനവശത്തിൽ കിട്ടുന്ന ഒരു സാഹചര്യം വരികയാണ്. അതിലേക്ക് വന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ ഇനി കൂടി സംസാരിക്കുന്ന ആൾക്കാർ അതിന്റെ സാഹചര്യവും അത് എങ്ങനെയാന്നുള്ളത് പറയും. അപ്പം അങ്ങനെ വന്ന ഒരു കാലഘട്ടത്തില് ഗുരു ഇതൊന്നും ആഗ്രഹിച്ച് പ്രവർത്തിക്കാൻ വന്ന ഒരാളല്ല ഗുരു പ്രവർത്തിച്ചു വരുന്ന ഘട്ടത്തില് ഒരു ഘട്ടം വരുമ്പോൾ അതിന് മാറ്റം വരിക ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് ഗുരുവിന് ചിന്തിക്കാൻ ഒരു അവസരം വരികയും ആ ഒരു സന്ദർഭത്തിൽ ബ്രഹ്മത്തിൽ നിന്ന് ഗുരുവിന് അറിയാൻ കഴിയുകയാണ് എന്താണ് സംഭവിച്ചത്, എന്താണ് മനുഷ്യരാശിക്ക് പറ്റിയ തെറ്റ് എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ അത് എങ്ങനെ തിരുത്തണം എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് ബ്രഹ്മത്തിൽ നിന്ന് അതിനെ മനസ്സിലാക്കി നമുക്കത് ലോകത്തിന് പകർന്നു കൊടുക്കാൻ പറ്റുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ ഗുരു അതിന്റെ കാര്യകാരണ സഹിതം ഗുരുവിന്റെ പ്രഭാഷണങ്ങളിൽ ഒരു 1973 തൊട്ട് ഇങ്ങോട്ട് 99 വരെ കാലഘട്ടത്തില് ഗുരുവിന്റെ അടുത്ത് വന്ന എല്ലാവരോടും തന്നെ ഈ കാര്യത്തെക്കുറിച്ച് ഘട്ടം ഘട്ടമായി കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ അറിവിനും അവരുടെ ബൗദ്ധിക തലത്തിനും അനുസരിച്ച് ഗുരു പല രീതിയിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് വേണ്ട രീതിയിൽ മനസ്സിലാക്കാനുള്ള ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു തപസ്, ഒരു കാര്യം, ഒരു അറിവ് നമുക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ആ അറിവ് മനസ്സിലാകാനുള്ളൊരു ബേസിക് ഒരു ഇത് നമുക്ക് ആർജിതം, ഒരു ഊർജ്ജശേഷി നമുക്ക് വേണം. അത് ആർജിച്ചാൽ മാത്രമേ നമുക്കിതിന്റെ പുനർഭാഗങ്ങൾ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. നമ്മുടെ സമൂഹത്തിന് വന്ന ഗതികൾ എന്താന്ന് വെച്ചാൽ 5000 വർഷത്തിന് മുമ്പ് ശ്രീകൃഷ്ണന്റെ കാലഘട്ടം തൊട്ട് ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞുതരാനും മനസ്സിലാക്കി കൊടുക്കാനും ശ്രമിക്കുന്ന നിരവധി ഗുരുക്കന്മാർ, അതായത് ഏകദേശം 2444 ഗുരുക്കന്മാരും ആചാര്യന്മാരും ലോകത്തിന്റെ പല ഭാഗത്തായിട്ട് വന്നിട്ട് ഒരു തെറ്റുണ്ടെന്നും ഇത് തിരുത്തണമെന്നും പറയുന്നുണ്ട്. പക്ഷെ എന്താണ് യഥാർത്ഥ തെറ്റെന്ന് ആർക്കും കൃത്യമായി പറയാൻ പറ്റിയിട്ടില്ലായിരുന്നു. നമ്മള് ബൈബിള് പരിശോധിക്കുമ്പോഴത്തേക്കും ഔവയുടെ ഒരു തെറ്റ്, ഒരു സ്വർഗനഷ്ടം, ഇങ്ങനെ ചില കാര്യങ്ങൾ, ചില പോയിന്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പല ഭാഗത്തായിട്ട് ചില കാര്യങ്ങളെ കുറിച്ച് അവിടെ ചെറുതായിട്ട് പറഞ്ഞു പോയതല്ലാതെ അതിന്റെ ഒരു കാര്യകാരണ സഹിതം എന്താണ് സംഭവിച്ചതെന്നൊരു ബോധ്യം നമുക്ക് ഇപ്പം നമ്മളെ പഠിക്കുമ്പോൾ ഇതിനെക്കുറിച്ച്, സംസ്കാരത്തെ കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഗുരുവാണത് ഇതിനെക്കുറിച്ച് കൃത്യമായി പറഞ്ഞത്. അതൊരു മന്വന്തരത്തെക്കുറിച്ചും ചതുർയുഗത്തെക്കുറിച്ചും അതൊക്കെ മഹാഭാരതത്തിലൊക്കെ ചില ഭാഗവതത്തിലൊക്കെ ഇത് പറയുന്നുണ്ടെങ്കിലും ഇത് ഈ ഭാഗത്തോട്ട് ചിന്തിക്കാനുള്ളൊരു അറിവ് നമ്മുടെ മനുഷ്യരുടെ ഇടയിൽ വളരെ തുലവും പേരിൽ മാത്രമേ അത് ചുരുങ്ങിപ്പോവുകയുണ്ടായി. മറ്റുള്ളവരൊക്കെ വേറെ ചില കാര്യങ്ങളിലൂടെ ചിന്തിച്ചിട്ട് സ്വർഗത്തിൽ എത്തുക എന്നുള്ള ഏത് ഇതിലൂടെ നോക്കിയാലും ഏറ്റവും പരമമായത് സ്വർഗം എന്ന് പറയുന്ന ഒരു സുഖഭോഗത്തിന്റെ ഒരു വശമാണ് മനുഷ്യ സംസ്കാരത്തില് ഒരു സാക്ഷാത്കാരം എന്ന് ധരിക്കുന്ന രീതിയിലും എന്തിനെ ആരാധിച്ചാലും ദൈവത്തിലെത്താം എന്ന രീതിയിലും, അത് മാടൻ, മറുത, യക്ഷി, ഗന്ധർവൻ, പേപിശാച്, എന്തിനെ ആരാധിച്ചാലും ദൈവത്തിലെത്താമെന്നാണ് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ശ്രീകൃഷ്ണൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇതിന് ആധികാരികമായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് ഭഗവത്ഗീതയിലാണ്. അതിൽ പറയുന്നത് നിങ്ങൾ എന്തിനെ ആരാധിക്കുന്നു നിങ്ങൾ അതിലെത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്നെ അഭയം പ്രാപിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കർമ്മവും ജീവനും എനിക്ക് നോക്കാൻ കഴിയുമെന്നും ശ്രീകൃഷ്ണൻ അതിൽ അർജുനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഭഗവത്ഗീതയിൽ. പക്ഷെ അത് മനസ്സിലാക്കാൻ അതിന്റെ കൂടെ പലതും പല പണ്ഡിതന്മാർ എഴുതി കയറ്റിയിട്ട് ഈ സാഹിത്യത്തിലും കലയിലും ഒക്കെ സ്വാധീനവും അധികാരവും ഉണ്ടായിരുന്ന വർഷം അതിനെക്കുറിച്ചൊക്കെ പ്രസിഡന്റ് പറയുകയുണ്ടായി. അധികാരവും വേദാധികാരവും രാജ്യാധികാരവും ഒക്കെ വന്നിട്ട് അവരിതിനെ അവരുടെ അധികാരവും സ്വാധീനവും ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ഇഷ്ടത്തിന് അതിനെ വളച്ചൊടിച്ചപ്പോ ഈ സംസ്കാരവും ദൈവസങ്കല്പവും മാറിപ്പോവുക ചെയ്തു. അതിനെ ഒരു വലിയ രീതിയിൽ ഒരു അട്ടിമറി തന്നെ നടന്നിട്ടുണ്ട്. എന്നിട്ട് അതെല്ലാ കുറ്റവും മനുവിന്റെ ഭാഗത്ത് നിന്ന് തെറ്റ് വന്നിട്ടുണ്ടെന്ന് വേഗമായിട്ട് പറയുമെങ്കിലും അത് കൃത്യമായിട്ട് ഏതാണെന്ന് ഗുരു തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്.
ഇവിടെ നമ്മള് ഇപ്പൊ പലരും സാംസ്കാരിക നായകരെന്ന് നമ്മൾ കരുതുന്ന പലരും ജീവിതശാലയിൽ പല ഭാഗത്തായിട്ട് ആൾക്കാർ പറയാറുണ്ട്, അഹം ബ്രഹ്മാസ്മി, ഞാൻ തന്നെയാണ് ദൈവം എന്നൊക്കെ പറഞ്ഞിട്ട് ആ തെറ്റായ ഒരു കാര്യം ലോകത്ത് പ്രചരിച്ച് അടിയുറച്ചു വന്നൊരു ഒരു രീതി നമ്മളിലുണ്ട്. യഥാർത്ഥത്തിൽ ഇപ്പൊ ഞാൻ പറയാം, എന്റെ പേര് അജിത്ത് എന്നാണ്. ഞാൻ അജിത്ത് എന്ന് പറഞ്ഞ ഒരു വ്യക്തിത്വമായിട്ടാണ് നിങ്ങൾ ഓരോരുത്തരും എന്നെ കാണുന്നത്. ഇപ്പം ഞാനെന്ന് പറയാം, ഇപ്പൊ മോഡേൺ സയൻസിന്റെ സപ്പോർട്ടോടുകൂടി പറയുകയാണെങ്കിൽ, അറിവനുസരിച്ച് പറയുകയാണെങ്കിൽ, ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ അവന്റെ ശരീരത്ത് 30 ട്രില്യൺ കോശങ്ങളും 30 ട്രില്യൺ ശരീര കോശങ്ങളും 36 ട്രില്യൺ ബാക്ടീരിയയും അണുക്കളും രോഗാണുക്കളുമായിട്ടുള്ള അണുക്കളും ചേർന്നൊരു സംവിധാനത്തെയാണ് നമ്മൾ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ മനുഷ്യനായി വീക്ഷിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത്രയും കോശങ്ങളുടെയും ഇത്രയും സിംഗിൾ കോശ ജീവികളുടെ അല്ലെ ഏകകോശ ബഹുകോശ ജീവികളായിട്ട് വരുന്ന ബാക്ടീരിയ, വൈറസ് എന്നൊക്കെ പറയുന്ന ഇതിന്റെയും കൂടി ഒരു സംവിധാനമാണ് നമ്മളൊരു വ്യക്തിത്വമായി കാണുന്നത്. ഉദാഹരണത്തിന് എന്റെ നാക്കിലും അല്ലെ എന്റെ കുടലിൽ ജീവിക്കുന്ന ഒരണു പറയുകയാണ് ഞാനാണ് അജിത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും സമ്മതിക്കൂ? ഒരിക്കലുമില്ല. ആ അണു എന്ന് പറയുന്നത് എന്റെ വയറ്റിലോ എന്റെ കുടലിലോ എന്റെ നാക്കിലോ വളരുന്ന ഒരു അണു മാത്രമാണ്. ആ അണു അല്ല അജിത്ത് എന്ന് പറയുന്നത്. അതേപോലെ ഞാനല്ല ദൈവം, നിങ്ങൾ ആരുമല്ല ദൈവം. ഇവിടെ കാണുന്ന ഒരു മരവോ ഒരു വിശ്വാസമോ ഒരു ക്ഷേത്രത്തിലിരിക്കുന്നതോ അതൊന്നുമല്ല ദൈവം. ദൈവം എന്ന് പറയുന്ന അല്ലെ പരബ്രഹ്മം എന്ന് പറയുന്നത് ഇതെല്ലാം ഉൾക്കൊള്ളുന്ന, ഇതിനെല്ലാം ഉൾവഹിക്കുന്ന ഈ സൗരയൂഥത്തിലെ ഗ്രഹങ്ങളെയും സൂര്യനും ഒക്കെ ഉൾക്കൊള്ളുന്ന, അല്ലെങ്കിൽ ഇതിനും ഉപരിയായിട്ടുള്ള അത്രയും വലിപ്പത്തിലുള്ള ഒരു ഊർജ, അതിലെ ദ്രവ്യരൂപത്തിൽ വന്നതും ഊർജ രൂപത്തിൽ തന്നെ നിലനിൽക്കുന്നതുമായ ഈ ഒരു ശേഷിത്വത്തെയാണ് പരബ്രഹ്മ സങ്കല്പം എന്ന് പറയുന്നത്. അത്രയും വലിയ സങ്കല്പത്തിലെ ഒരു അണുരൂപമാണ് എന്റെ ശരീരത്തിലെ ഒരു ബാക്ടീരിയോ വൈറസോ പോലെ ഒരു രോഗാണുവായിട്ടോ അല്ലെങ്കിൽ എന്റെ കുടലിന്റെ ദഹനത്തിനും എന്റെ നാവിലെ സഹായിക്കും എന്റെ കണ്ണിലും എന്റെ ശരീരത്തിന്റെ നാനാഭാഗത്തായിട്ട് ഒരു ദിവസം 10,000-20,000 അണുക്കള്, കൃത്യമായ കണക്കറിയത്തില്ല, സയൻസ് സെന്ററിൽ പറയുന്ന ഞാൻ മറന്നുപോയി കണക്ക്. അത്രയും അണുക്കള് ദിവസവും ചത്തുപോകുന്നുണ്ട്. അതേ കണക്ക് അതിൽ കൂടുതലോ അണുക്കള് പുനർജീവിക്കുന്നുമുണ്ട്. അപ്പൊ ഈ സംവിധാനത്തിൽ അങ്ങനെ നിലനിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഒരാൾ വ്യക്തിയായി ജീവിക്കുന്നത്. അതേപോലെ നമ്മൾ എല്ലാവരും ജീവിക്കുന്ന ഒരു സംവിധാനത്തെയാണ് ദൈവം എന്ന് പറയുന്നത്. നമ്മൾ ആരും ദൈവമല്ല, പക്ഷെ നമ്മളൊക്കെ ദൈവത്തിന്റെ അംശങ്ങളാണ്. ഇതാണ് സയൻസും ഗുരുവിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളിലൂടെ ചേർത്ത് മനസ്സിലാക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെ മനുഷ്യരായി ജീവിക്കുന്ന നമ്മൾ എല്ലാവരും ചേർന്നിട്ട് ആ നമ്മുടെ അസ്തിത്വത്തിൽ ഉൾക്കൊള്ളുന്ന ആ ദൈവത്തിനെ തിരിച്ചറിയുന്ന സംസ്കാരത്തെയാണ് ഗുരു മാത്രമല്ല, ഗുരു പറഞ്ഞിട്ടുണ്ട് അടുത്ത കാലത്ത് വന്നുപോയിട്ടുള്ള ആചാര്യന്മാരെല്ലാം ആ ഒരു ദൈവ സംസ്കാരത്തെയാണ് ലോകത്തിന് കാഴ്ചവെക്കാൻ ശ്രമിച്ചത്. അതിനെയാണ് നമ്മൾ ബോധ്യപ്പെടുന്നത്. അല്ലാതെ ഞാനോ നിങ്ങളോ ഒന്നും ദൈവമല്ല. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് ഒരു തെറ്റാണ്. അത് സത്യത്രാണൻ എന്ന് പറയുന്ന ഒരു ഗുരുവിന് അല്ലെങ്കിൽ ഒരു മഹർഷിക്ക് അദ്ദേഹത്തിന് കുറച്ച് ചതുരങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ പറ്റിപ്പോയ ഒരു 25 ചതുരങ്ങൾക്ക് മുമ്പ് പറ്റിപ്പോയ ഒരു അബദ്ധമാണ്. അദ്ദേഹം സത്യത്രാനായിരുന്നു, സത്യത്തിന് വേണ്ടി വന്ന ആളാണ്. പക്ഷെ തന്റെ കർമ്മവും ഈ ലോകത്തെ കർമ്മവും ഒന്നായി നിൽക്കുന്നെന്നും താൻ ബ്രഹ്മകർമ്മത്തിൽ ഉത്തരവാദിയായി നിന്ന് പ്രവർത്തിക്കുന്നെന്നും മനസ്സിലാക്കിയ സമയത്ത് അദ്ദേഹത്തിന് തോന്നിയ ഒരു വിഭ്രമമോ അല്ലെ ഒരു തെറ്റോ ആണ് നമ്മൾ ആ തെറ്റ് അവിടെ നിന്ന് തിരുത്തപ്പെടാതെ, അദ്ദേഹം തന്നെ തിരുത്തേണ്ട ഒരു തെറ്റായിരുന്നു. ആ തെറ്റ് തിരുത്തപ്പെടാതെ തുടർന്നപ്പോഴത്തേക്ക് പിന്നെ മാനവരാശിക്ക് വന്ന അല്ലെ ജീവസത്തിൽ വന്ന അതിൽ 3 ഈ ഇദ്ദേഹത്തിന്റെ തെറ്റിന് ശേഷം 3 ചതുരയുഗം ഒന്നുമല്ലാതെ ഒരു കാര്യവും നടക്കാതെ കടന്നുപോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. വെറും പ്രത്യുൽപാദനവും ജീവന്റെ ഇതല്ലാതെ ആത്മസാക്ഷാത്കാരം ഒരു ലക്ഷ്യം പോലും ഒരു ചിന്ത പോലും ഇല്ലാതെ 3 ചതുരയുഗം കടന്നുപോയി. അതിനുശേഷമാണ് പിന്നെ പ്രസിഡന്റ് പറഞ്ഞ പോലെ ഒരു സ്വയംഭൂവായിട്ടുള്ള വിരിഞ്ചന്റെ സങ്കല്പവും അതിനുശേഷം ഇങ്ങനെ കാലക്രമേണ ഓരോ ഈശ്വര സങ്കല്പങ്ങൾ വന്നിട്ട് അത് മൊത്തത്തിലങ്ങ് മറിയുവാണ്. ഈ നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ നിന്ന് മാറിയിട്ട് ദേവനും ദേവിയും മറുതിയും യക്ഷിയും ഗന്ധർവനും പേയും പിശാചും, പേയെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്താ അറിയാമല്ലോ, വളരെ നമ്മള് പേയെ ബാധിക്കാന്നൊക്കെ പറഞ്ഞാൽ അതിനെയൊക്കെ ദൈവമായിട്ട് സങ്കല്പിക്കുന്ന, എന്തിനെ കണ്ടാലും അപ്പൊ എന്നിട്ട് എന്തിനെങ്കിലും ആരാധിച്ച് അങ്ങ് പോയി കഴിഞ്ഞാൽ അതിലൂടെ ദൈവത്തിലെത്തുമെന്നോ ഒക്കെ ധരിക്കുന്ന, സ്വർഗമാണ് അൾട്ടിമേറ്റ് ലക്ഷ്യമെന്ന് ധരിക്കുന്ന ഒരു അറുതികളിലേക്ക് നമ്മൾ പെട്ടുപോയി. ഈ സ്വർഗമല്ല സാക്ഷാത്കാരം എന്ന് പറയുന്നത് കൃത്യമായി കരുണാകര ഗുരു പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനൊക്കെ ഉപരിയായിട്ടുള്ള പരമമായ ഊർജത്തിന്റെ ഇതിന്റെ മൊത്തം സോഴ്സിലേക്ക് നമുക്ക് തിരിച്ചെത്തുന്ന
ഒരു കർമ്മശേഷി എത്തിച്ചേരുന്നതാണ് ഈ സംസ്കാരത്തിന്റെ പൂർത്തീകരണം. ആ സംസ്കാരമാണ് നമ്മൾ എത്തിച്ചേരേണ്ടത്. അവിടെയാണ് ഗുരു നമുക്ക് പകർന്നു തന്ന അറിവിന്റെ ഒരു പ്രാധാന്യം. ഇവിടെ ശ്രീകൃഷ്ണൻ കലിയുടെ ആദ്യത്തില്, ദ്വാപര യുഗത്തിന്റെ അന്ത്യത്തില്, യുഗസന്ധിയിൽ വന്ന ഒരു ആചാര്യനാണ്. 8ാമത്തെ അവസ്ഥയിൽ ആണ് അദ്ദേഹത്തിന്റെ ആ ഒരു ഇതുവരെ വന്ന ആചാര്യന്മാർക്ക് തിരുത്താൻ പറ്റാവുന്ന ഒരു ഘട്ടത്തിലാണ് കൃഷ്ണന്റെ ഒരു ആവിർഭാവം. കൃഷ്ണനെ കൊണ്ടുവന്നിട്ട് കൃഷ്ണൻ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ ത്രിമൂർത്തികൾ ഒന്നൊന്നായി അദ്ദേഹത്തിന്റെ കർമ്മത്തിന് തടസ്സമായി വന്നു. അതിന് കംസനെ അവർ പ്രയോജനപ്പെടുത്തി. ആദ്യം അമ്മാവനായ കംസൻ തന്നെ ശ്രീകൃഷ്ണനെ ഉപദ്രവമായി വന്നു. അങ്ങനെ ഒരു വലിയ അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ പറ്റാത്ത രീതിയിൽ അദ്ദേഹത്തിന്റെ ആയുസ്സിൽ ഈ ആശയത്തെ പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുന്ന എല്ലാ ഘട്ടത്തിലും ദേവേന്ദ്രനും ബ്രഹ്മാവും ഒക്കെ ശിവനും ഒക്കെ അദ്ദേഹത്തിന്റെ കർമ്മത്തിന് തടസ്സമായി വരുന്നു. അതിനുശേഷം ഇതിന്റെ ആശയം എഴുതി കൊണ്ടുവരാൻ ശ്രമിച്ച അന്നത്തെ മഹാനായ വേദവ്യാസൻ, അദ്ദേഹം ഈ കാര്യം എഴുതാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം എന്താ എഴുതിയത്? വിഷ്ണുവിന്റെ അവതാരമാണെന്ന് അതിനെ പറഞ്ഞു മാറ്റാൻ അന്നത്തെ അധികാരി വർഗം അല്ലെ രാജ്യഭരണ സിസ്റ്റം അദ്ദേഹത്തെ നിർബന്ധിതനാക്കുകയും, എന്നിട്ട് അദ്ദേഹം തന്ത്രപൂർവ്വമായിട്ട് അതിന്റെ ഒരു ഭാഗത്ത് ഗീതാകാരനായ കൃഷ്ണൻ പരബ്രഹ്മ സായുജ്യനാണെന്നും പരബ്രഹ്മണേ നമ എന്നും ചൊല്ലുന്ന ഒരു ഭാഗം അതിൽ ഭഗവത്ഗീതയിലുണ്ട്. ഗീതയിൽ മാത്രം പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിനെ നമ്മൾ പിന്നെയും പഠിച്ചു വന്നപ്പോൾ അത് പിന്നെയും ത്രിമൂർത്തി പദവിയിലുള്ള മഹാവിഷ്ണുവിന്റെ ഒരു അവതാരമായി മാത്രം 6 അവസ്ഥയ്ക്ക് താഴെയുള്ള ദേവസമ്പ്രദായ ത്രിമൂർത്തി സമ്പ്രദായത്തിൽ 8 അവസ്ഥകളടന്ന് ശ്രീകൃഷ്ണനെ വിഷ്ണുവിന്റെ അവതാരമായിട്ട് എഴുതി വെക്കുകയും, നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ശ്രീകൃഷ്ണനെ ഒരു സ്ത്രീലമ്പടനായ എന്താ പറയാ കുറെ സ്ത്രീകളെ വിവാഹം കഴിച്ച് 16,008 ഭാര്യമാരായി വെച്ചിരുന്ന ഒരു മനുഷ്യനെ രീതിയിൽ ചിത്രീകരിച്ചിട്ട് അദ്ദേഹത്തിനെ സ്ത്രീ വിഷയത്തിൽ പെടുത്തി നശിപ്പിക്കുന്ന ഒരു സ്വഭാവത്തെ എഴുതി അതിനെ വികൃതപ്പെടുത്തുന്നതും ആ വികൃതപ്പെടുത്തലുകളെ ആരാധനയാക്കുന്ന സംസ്കാരവും നമുക്ക് സംസ്കാരമായി ഇരിക്കുമ്പോൾ നമ്മുടെ മക്കൾ എന്ത് ഗതികളിലേക്ക് പോകുന്ന ആലോചിക്കണം. നമ്മൾ ആരെങ്കിലും നമ്മുടെ നാട്ടില് ഒരു സ്ത്രീകളെ ഉപദ്രവിക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ ജയിലിലാണ് ഇടുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതി നിൽക്കുന്ന ഒരു രാജ്യത്ത് ഇന്നെന്താ നിൽക്കുന്ന ഒരു കാലത്ത് രാജ്യത്തും ലോകത്തും നമ്മൾ ശ്രീകൃഷ്ണനെ കുറിച്ച് ഇങ്ങനെ തോന്നിവാസം കാണിച്ചിരുന്നു എന്ന് പഠിപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ ദൈവസങ്കല്പത്തിൽ തന്നെ തോന്നിവാസത്തെ ബ്ലെൻഡ് ചെയ്തിട്ട് നമുക്ക് ഒരിക്കലും ഇതിനെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അത് ശ്രീകൃഷ്ണനിൽ മാത്രം വന്നതല്ല. നമ്മൾ ശ്രദ്ധിച്ചു പഠിക്കുമ്പോൾ ഇതേ കാര്യങ്ങൾ തന്നെ യേശുവിന്റെ ആശയത്തിലും ഇതേ കാര്യങ്ങൾ തന്നെ നബിയുടെ പ്രസ്ഥാനത്തിലും നബീന്റെ ആശയപ്രചരണത്തിലും ഒക്കെ കടന്നുകൂടിയിട്ട് ആ നബിയെ തന്നെ വികൃതപ്പെടുത്തുന്ന ഒരു ചരിത്രത്തിലേക്ക് എഴുതി വച്ചിരിക്കുന്ന ഒരു ഗതികേട് നമ്മുടെ മാനവരാശിയുടെ സംസ്കാരത്തിൽ വന്നുകൂടിയിരിക്കുന്നു. ആ സംസ്കാരത്തെ തിരുത്തിയിട്ട് ആ ഒരു ആചാര്യന്മാരെ മാനിക്കുന്ന അവരെ കർമ്മത്തെ നമ്മുടെ സംസ്കാരത്തിലേക്ക് ജീവിതത്തിലേക്ക് പകർത്താൻ കഴിയുന്ന ഒരു സംസ്കാരമാണ് യഥാർത്ഥത്തിൽ കൊണ്ടുവരേണ്ടതെന്നാണ് കരുണാകര ഗുരു പറഞ്ഞത്. നമ്മുടെ കേരളത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ചട്ടമ്പി സ്വാമികള്, നമ്മുടെ ശ്രീനാരായണ ഗുരു ചെത്തരുത്, കൊടുക്കരുത്, കുടിക്കരുത്. ശ്രീനാരായണ ഗുരുവിന് ആത്മീയമായ രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിക്കാനുള്ള ദൗത്യം ഉണ്ടായിരുന്ന ഒരു മഹാത്മാവാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ അദ്ദേഹം കടന്നുപോയ കാലഘട്ടം എന്ന് പറയുന്നത് ഈ മതങ്ങളുടെയും ഈ പറഞ്ഞ തെറ്റിന്റെ ഒരു സങ്കീർണമായ ഒരു സാമൂഹ്യ വ്യവസ്ഥയിൽ വളരെ സ്വാതന്ത്ര്യമില്ലാത്തൊരു ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിന് ജനിക്കേണ്ടിയും പ്രവർത്തിക്കേണ്ടിയും വന്നതെന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് മറ്റ് മതകാര്യങ്ങളിലേക്ക് ഇടപെടുകയും അതില് തിരുത്തേണ്ടി ആ കാര്യത്തിലേക്ക് ജനങ്ങളെ സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായും ഉയർത്തുന്ന കാര്യത്തിലോട്ട് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തപ്പോഴത്തേക്ക് ആത്മീയ കാര്യത്തിൽ ഈ കാര്യത്തെ കൂടുതൽ വ്യക്തമാക്കാനുള്ള സമയം അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ജീവൻ സമാധിയാവുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു കുഞ്ഞില്ലാതെ പോയല്ലോ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അടുത്ത് നിന്നവരുടെ സംസ്കാരക്കുറവ് കൊണ്ട് അവരെന്താ ചിന്തിച്ചത്? ശ്രീനാരായണ ഗുരു വേണ്ട സമയത്ത് കല്യാണം കഴിക്കാത്തതുകൊണ്ട് ഒരു സ്വന്തം രക്തത്തിൽ നിന്നൊരു കുഞ്ഞുണ്ടായില്ല എന്നാണ് ധരിക്കാനുള്ള ഗതികേടാണ് അടുത്തു നിന്നവർക്കുണ്ടായത്. ഗുരു ഉദ്ദേശിച്ചത് ഗുരു പ്രവർത്തിച്ചു വെച്ച ആശയത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു കുഞ്ഞ് കൂടെ വന്ന ശിഷ്യന്, കുഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ രക്തത്തെ ബയോളജിക്കൽ പിന്തുടർച്ചയല്ല ഗുരു ഉദ്ദേശിക്കുന്നത്, അല്ലെ ഗുരു മനസ്സിൽ കണ്ടത്. അതായത് ഈ ആശയത്തിന്റെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ, അല്ലെ ഗുരു പ്രവർത്തിച്ചു വെച്ചതിന്റെ ബാക്കി തുടരുവാൻ ഒരു കുഞ്ഞില്ലല്ലോ എന്ന് ഉദ്ദേശിച്ചതിനെ പോലും തെറ്റിദ്ധരിക്കുന്ന ഒരു അറിവുകേട്. അദ്ദേഹം പ്രവർത്തിച്ചു വെച്ച ആ കർമ്മത്തിലെ അദ്ദേഹം പ്രവർത്തിക്കാൻ വേണ്ടി തുടങ്ങി വെച്ച പ്രസ്ഥാനങ്ങളുടെ സംസ്കാരത്തില് ഗുരു പറഞ്ഞ വാക്കുകൾക്ക് ഘടകവിരുദ്ധമായി
ചെത്തരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്ന് പറഞ്ഞ ആ അറിവിനെ ആ സംസ്കാരത്തില്, സംസ്കാരത്തില് ഇന്ന് അതിന്റെ തലപ്പത്തോട്ടെത്തുന്ന ആൾക്കാര് ഇതിന്റെ മൊത്ത വ്യാപാരികളെയാവുന്ന ഈ പറയുന്ന എന്തൊക്കെയാണോ ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞത് അതിന്റെ മൊത്ത വ്യാപാരികൾ അതിനെ ഹൈജാക്ക് ചെയ്യുന്ന ഒരു ഗതികേടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതേ കണക്ക് ഏത് പ്രസ്ഥാനത്തിലും നബിയുടെ പ്രസ്ഥാനം എടുത്താലും കൃഷ്ണനെ കുറിച്ചായാലും യേശുവിനെ കുറിച്ചായാലും എല്ലാം ഇതിനെ അട്ടിമറിച്ചുകൊണ്ട് വേറെ രീതിയിലേക്ക് പ്രവർത്തിക്കുന്ന ഒരു ചരിത്രമാണ് നമുക്ക് ഭാരത സംസ്കാരത്തിലും ലോക ചരിത്രത്തിലും ഇതിനെക്കുറിച്ച് മനുഷ്യ ചരിത്രത്തെ കുറിച്ച് പഠിക്കുമ്പോൾ സംസ്കാരത്തിൽ വന്നിരിക്കുന്ന ഗതികേട്. അതേപോലെ തന്നെ ശ്രീനാരായണ ഗുരു കൃത്യമായി എഴുതി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, ഞാൻ ഒരു ജാതിയുടെയും മതത്തിന്റെയും ആളല്ല, എനിക്ക് ജാതിയുമില്ല മതവുമില്ലെന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയ ഒരു മഹാത്മാവാണ് ശ്രീനാരായണ ഗുരു. ആ ഗുരുവിന്റെ ഇപ്പം 2024-25 ആയപ്പോഴത്തേക്കും ചില പ്രത്യേക മതത്തിലുള്ള ആൾക്കാർ ഗുരു ഹിന്ദുവാണെന്ന് സ്ഥാപിക്കാൻ കിടന്ന് കഷ്ടപ്പെടുന്ന ഒരു ഗതികേട് നമുക്ക് നമ്മുടെ ആനുകാലികത്തിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ വന്ന ഗുരുക്കന്മാരെ എല്ലാം ഏതെങ്കിലും മതത്തിന്റെയോ അതിന്റെ കെട്ടുപാടുകളിലേക്ക് ചുരുക്കിയിട്ട് വിശ്വഗുരുക്കന്മാരെ, വിശ്വപ്രവാചകന്മാരെ ഏതെങ്കിലും ഒരു മതത്തിന്റെ വകയാക്കി ചുരുക്കുന്ന ഈ കർമ്മം ഇപ്പൊ തുടങ്ങിയതല്ല. നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞിടത്ത് 25 ചതുർയുഗമായിട്ട് ഈ ചതുർയുഗത്തിന്റെ കണക്ക് പറയുമ്പോൾ നമ്മൾ ആദ്യം കാണിക്കുന്നുണ്ട്. ഒരു കലിയുഗം എന്ന് പറയുന്നത് തന്നെ 4,30,000 വർഷമാണ്. ശ്രീകൃഷ്ണന്റെ അന്ത്യത്തോടു കൂടിയാണ് കലി ആരംഭിക്കുന്നത്. അന്ന് തൊട്ട് ഇപ്പൊ വരെ 5,126 മറ്റോ വർഷമായിരിക്കുന്നു. അത്രേ ആയിട്ടുള്ളൂ കലിയുഗത്തില്. ഇനി കിടക്കുവാണ് 4,30,000 വർഷം ചെല്ലുമ്പോഴേ ഈ കലിയുഗം അവസാനിക്കുകയുള്ളൂ. ഇതിന്റെ കൃത്യമായ കണക്കുകൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അത് നമുക്ക് പഠിക്കാൻ ബുക്കുകളിൽ പറയുന്നുണ്ട്. നമ്മൾ അതിന്റെ ഒരു ചെറിയ രൂപരേഖ നിങ്ങൾ ഇതില് കുറച്ചു പേർക്കൊക്കെ അറിയാം, അവർക്ക് കാണാനും മനസ്സിലാക്കാനുമായി ഇവിടെ ഇങ്ങനെ നമുക്ക് ഇതിൽ വീഡിയോടൊപ്പം കാണിക്കാം. അതിലോട്ടൊക്കെ സംസാരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മുടെ വിഷയത്തിന്റെ കാര്യത്തിൽ ഒരു ഇത് വരുമെന്നുള്ളത് കൊണ്ടാണ് അത് വിഷ്വലായി കാണിക്കാമെന്ന് മാത്രം പറഞ്ഞത്. കലിയുഗം തന്നെ ഇത്രയും വർഷത്തെ ഒരു ഘട്ടമാണ്. അതിൽ 5,000 വർഷങ്ങൾ മാത്രമേ ഇപ്പോൾ ആയിട്ടുള്ളൂ. ഇനി കിടക്കുവാണ് 4,30,000 4,30,27 വർഷം ഇനി കിടക്കുവാണ്. ഇനിയും ഈ കലിയുഗം തുടരാൻ തന്നെ. അതിനു മുമ്പ് നമുക്ക് ഈ ഗുരുവിൽ ഇതുവരെ വരാത്ത ഈ സംസ്കാരത്തെ പുനഃസ്ഥാപിക്കാൻ നമ്മൾ ഗുരുവിശ്വാസികൾ എന്ത് ചെയ്യണം എന്നുള്ളിടത്താണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. ഈ സംസ്കാരം നമ്മൾക്ക് പുനഃസ്ഥാപിക്കാൻ നമുക്ക് എന്തുമാത്രം കഷ്ടപ്പെടേണ്ടി വരും. 25 ചതുർയുഗം, അതായത് 100 യുഗങ്ങളായിട്ട് വന്ന ഒരു തെറ്റിന്റെ അത് പകർന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിന്റെ ദൈർഘ്യവും അത് നമ്മളിലേക്ക് ഓരോരുത്തരിലേക്കും അനുരൂപമായിട്ട് കടന്നുകൂടിയിരിക്കുന്ന ആ തെറ്റ്, സത്യത്രാന്റെ തെറ്റ്, അത് ഇങ്ങനെ ആരാധനയിലൂടെയൊക്കെ അടിയുറച്ച് നമ്മുടെ രക്തത്തിന്റെ ഭാഗമായി മാറിയിരിക്കുക, ജാതിയും മതവും ചിന്തയും എല്ലാം. അപ്പൊ ആ ഒരു ചാതുർവർണ്ണയവും അതിന്റെ സിസ്റ്റവും എല്ലാം വന്നിരിക്കുന്നതിന്റെ പഴക്കം ഇത്രയുണ്ട്. അതിന്റെ തെറ്റ് പകർന്ന് ആടിയിരിക്കുന്ന ഈ ക്രൂരത, അതിനകത്ത് മാടനും മറുതയും ത്രിമൂർത്തി തൊട്ട് മാടൻ മറുത യക്ഷി ഗന്ധർവൻ വരെ ആരാധിച്ചിട്ട് ഇതിനോടെല്ലാം ഇതിപ്പം നമ്മള് ഒരു ഹിന്ദുമതം എന്ന് പറയുന്ന ഞാൻ ക്രിസ്ത്യാനിയായി ഞാൻ മുസ്ലിമായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവരുടെ എല്ലാം പൂർവികർ ഒരു കാലത്ത് ഇതൊക്കെ ചെയ്തിരുന്നവരാ. ഇപ്പൊ നബി തന്നെ അവിടെ നിരവധി വിഗ്രഹാരാധനകളെ തച്ചു തീർത്തിട്ടാണ് ഇതൊന്നും ശരിയല്ല, ഇതല്ല അള്ളാഹുവിന്റെ വഴി എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ആ അദ്ദേഹത്തിന്റെ പ്രവാചകത്തിന്റെ പുറപ്പാട്. യേശുവും ഇത് തന്നെ പറഞ്ഞിട്ട് ഇപ്പൊ നമ്മള് പുതിയ കാലഘട്ടത്തില് ഇറാനിലും ഇവിടെയൊക്കെ ക്ഷേത്രങ്ങൾ കാണുന്നു. ഇവിടെ എല്ലാം വിഗ്രഹാരാധനയും ഈ ത്രിമൂർത്തി സമ്പ്രദായത്തിലും പെട്ടുപോയിരിക്കുകയാണ്. എന്തുകൊണ്ട് വന്നെന്ന് വെച്ചാൽ ഇത് ഭൂമിയുടെ ഒരു ഗതികേടായിട്ട് വന്നതാണ് ഈ സത്യത്താന്റെ കാലം തൊട്ട്. അപ്പം അതിന്റെ ഒരു തിരുത്താണ്. അവിടെയാണ് ശ്രീനാരായണ ഗുരു പുരുഷാകൃതി പൂണ്ട ദൈവമോ, നീ നബിയാണോ, നീ കരുണാവാം നബി മുത്തുരത്നമോ എന്ന് ചോദിക്കുന്ന ശ്രീനാരായണ ഗുരുവിന്റെ ഒരു കവിതയുണ്ട്. അതെന്ന് പറയുന്നത് ഒരു പ്രകാശത്തെ ശ്രീനാരായണ ഗുരു കണ്ടിട്ട് ചോദിക്കുകയാണ്, നീ നബിയാണോ, നീ യേശുവാണോ, നീ ശിവനാണോ, നീ വിഭൂതി കൊണ്ട് മുന്നരുതാം വേലകൾ ചെയ്ത മൂർത്തിയോ, മുന്നരുതാം വേലകൾ ചെയ്ത മൂർത്തിയാണോ, നീ ആരാണ് എന്ന് ചോദിക്കുന്ന ഒരു ദർശന ഭാഗം ശ്രീനാരായണ ഗുരു എഴുതിയിട്ടുണ്ട്. അതിൽ ഏതോ ഒരു സങ്കല്പത്തെ, ഏതോ ഒരു വിശ്വരൂപത്തെ, ഒരു പ്രകാശത്തെ കണ്ടിട്ടാണ് അത് ഏതാണെന്നൊരു സംശയം ശ്രീനാരായണ ഗുരു പറഞ്ഞിരിക്കുന്നത്. അതേപോലെ അല്ലെങ്കിൽ അരബിന്ദ മഹർഷിയുടെ ഒരു ദർശനം 1927 അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു ദർശനമുണ്ട്. അതിമാനസ തേജസ് ഭൂമിയിലേക്ക് വരുന്നതായിട്ടും ആ അതിമാനസ തേജസ്സിനെ ഒരു ഉപരി മനസ്സ് ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നതായിട്ടും
പറയുന്ന ഒരു ദർശനം. ആ ദർശനം കഴിഞ്ഞിട്ട് വളരെ സമയം താമസിക്കാതെയാണ്, വളരെ അടുത്ത സമയം അദ്ദേഹം ഈ ദർശനമാണ് അദ്ദേഹത്തിന്റെ അവസാന ദർശനമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ദർശനത്തോട് അദ്ദേഹം സ്വർഗാരോഹണനാണ് ചെയ്യുന്നത്. അപ്പം ആ ആ കാര്യത്തിൽ ശ്രീനാരായണ ഗുരു പറഞ്ഞിരിക്കുന്ന, അരവിന്ദ മഹർഷി പറഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ പല ഗുരുക്കന്മാരും പല ആചാര്യന്മാരും പല ഘട്ടത്തില് മദയ്യ എന്ന് ബുദ്ധൻ പറഞ്ഞ അങ്ങനെയുള്ളൊരു ഗുരുവിന്റെ വരവിനെ കുറിച്ച് സംസാരിക്കപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു എന്താ പറയുക, ഒരു ദൈവ കഴിവാണ് നമ്മുടെ ഗുരുവിന്റെ ഒരു വരവ്. ഗുരു വന്നതിന് ശേഷമാണ്, ഗുരുവിന്റെ ആത്മീയ യാത്രയില് ഒരു ഘട്ടത്തിൽ വരുമ്പോഴാണ് ഇതെന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് ദർശനവശത്തില്, ഈ ജ്ഞാനത്തിന്റെ വശത്ത് പരമ്പൊരുളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ നമ്മുടെ സത്യത്താന് വന്ന തെറ്റും അങ്ങനെ അത് തിരുത്തുന്നൊരു ഘട്ടം വരുന്നുണ്ട്. ആ തിരുത്തേണ്ട ആ സമയവും ഇതെന്തുകൊണ്ട് സംഭവിച്ചെന്നും എന്താണെന്നും ഗുരു ബോധ്യപ്പെടുകയും അതിനുവേണ്ടി അടുത്തു നിന്നവരോട് പറഞ്ഞ് മനസ്സിലാക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിപ്പിക്കുകയും ചെയ്യുന്ന അവിടെ തുടങ്ങിയ ഒരു സംസ്കാരത്തെയാണ് നമ്മൾ ഈ സാംസ്കാരിക ദിനം എന്ന് പറയുന്നത്. ആ കർമ്മത്തിന്റെ അതെന്ന് പറയുന്നത് ഒരു 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 എന്താ പറയുക, തിരുത്തിന്റെ തുടക്കം അവിടെയാണ്. ഇത് വളരെ നീണ്ട ഒരു പ്രോസസ്സാണ് ഈ തിരുത്തെന്ന് പറഞ്ഞത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത് ഇന്നോ നാളെയോ അല്ലെ നമ്മുടെ ആയുസ്സിലോ തീരുന്ന ഒരു കർമ്മമല്ല. കാര്യം അത് 25 ശതമാനം കൊണ്ട് വന്നൊരു തെറ്റിനെ പെട്ടെന്ന് നുള്ളിക്കളയാൻ പറ്റുന്ന കാര്യമല്ല. അതേ കണക്ക് തന്നെ ഈ നമ്മുടെ നബിയുടെ കാര്യത്തിലും യേശുവിന്റെ കാര്യത്തിലും ശ്രീനാരായണ ഗുരുവിന്റെ കാര്യത്തിലും ഒക്കെ വന്ന് ആ ഒരു അട്ടിമറി ഈ പ്രസ്ഥാനത്തിൽ ഇപ്പൊ കടന്നുകൂടിയിരിക്കുകയാണ്. അതിനെക്കുറിച്ചാണ് ബഹുമാനപ്പെട്ട നമ്മുടെ വൈസ് പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ പ്രസ്ഥാനത്തിലും അതേ കണക്ക് ഇതിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പൊ ഈ പ്രസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് കടന്നുകൂടിയിരിക്കുന്ന ആ വ്യക്തി ഇന്ന് പല ക്ഷേത്രങ്ങളിലും പോയിട്ട് അവിടെ പ്രതിഷ്ഠകളും അവിടുത്തെ ആരാധനാക്രമങ്ങൾ കൈക്കൊള്ളുകയൊക്കെ ചെയ്തിട്ട് അവിടെ ചെല്ലുമ്പോൾ അതിന്റെ വക്താവായിട്ട് അതായത് ഗുരു പ്രവർത്തിച്ചു വെച്ച ആ സംസ്കാരം എന്ന് പറയുന്നത് ഇതൊക്കെ തെറ്റാണ്, ഈ ത്രിമൂർത്തി സമ്പ്രദായവും ദേവാരാധനകളും മറ്റേ കടന്നിട്ട് അതിന്റെ മുകളിലേക്ക് ഈ തിരുത്തണം എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്ന ആ പ്രസ്ഥാനത്തിന്റെ തലപ്പത്ത് വന്നിരുന്നിട്ട് ഇങ്ങനെയുള്ള സംസ്കാരരഹിതമായ അല്ലെങ്കിൽ ബ്രഹ്മഹത്യാപരമായ ദൈവത്തിന്റെ സങ്കല്പത്തിനും ഇഷ്ടത്തിനും വിരുദ്ധമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സാംസ്കാരിക ഗതികേടിലേക്ക് ഈ പരമ്പരയെ നശിപ്പിക്കാൻ ചരിത്രം ആവർത്തിച്ചുകൊണ്ട് വരുന്ന ഒരു ഘട്ടമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അദ്ദേഹം ഇത്രയും വലിയ ഗുരുവിന്റെ ആശയത്തിന്റെ പ്രസ്ഥാനത്തിന്റെ അല്ലെ പ്രവർത്തനത്തിന്റെ തലപ്പത്തായിട്ട് ഇരിക്കുകയും അവിടെ ഇരുന്നു കൊണ്ട് കഴിയുന്നത്ര രീതിയിൽ ഈ ആശയത്തിന് വിരുദ്ധമായ രീതിയിൽ, ഈ ആശയം എന്ന് പറയുന്നത് നമ്മുടെ ഗുരു നമ്മുടെ ഒരു പ്രത്യേക ആശയമായിട്ടല്ല, പ്രപഞ്ചത്തിന്റെ മനുഷ്യരാശിയുടെ തെറ്റിന്റെ തിരുത്തലിന്റെ സംസ്കാരത്തിലേക്ക് ഗുരു പ്രവർത്തിക്കാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ തലപ്പത്തിരുന്നിട്ട് ആ ആശയത്തിനെ കോക്രി കാണിക്കുന്ന രീതിയിൽ, അതിനെ അമലീമസപ്പെടുത്തുന്ന രീതിയിൽ, അതിനെ എന്താ പറയാ മ്ലേച്ഛപ്പെടുത്തുന്ന രീതിയിൽ, അല്ലെങ്കിൽ ചരിത്രം ഇനി രേഖപ്പെടുത്തുമ്പോൾ ഇവിടെയും ഈ തെറ്റിനെ പിന്നെയും അടിയുറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കർമ്മത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴത്തെ ശാന്തിഗിരിയുടെ ജനറൽ സെക്രട്ടറിയും അതിന്റെ ആത്മീയ നേതൃത്വത്തിൽ ഇരിക്കുന്നവർ ശ്രമിക്കുന്നത്. കുറെ പേര് അറിഞ്ഞും കുറെ പേര് അറിയാതെയും അതിന് കൂട്ടുനിൽക്കുന്നുണ്ട്. നമുക്കൊരു ശകലം ശ്രമിച്ചിട്ട് ഗുരുവാണികളും ഗുരുവിന്റെ പഴയ പുസ്തകങ്ങളും വായിക്കുമ്പോൾ, നമുക്ക് മാനവരാശി തുടങ്ങിയ പുസ്തകങ്ങളും വായിക്കുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ജനങ്ങളെ ഇറക്കി അവരെ കൊണ്ട് ബഹളം ഉണ്ടാക്കിപ്പിക്കുന്നതല്ല, അല്ലെങ്കിൽ പിന്നെ സോഷ്യൽ മീഡിയകളിൽ ലൈക്കും ഷെയറും പ്രചരിപ്പിക്കുന്നതല്ല ഗുരു പറഞ്ഞ ആശയം. ഇതല്ല, ഇതൊക്കെ പറയുന്നവരോടും ഇതൊക്കെ പ്രചരിപ്പിക്കുന്നവരോടും കടുത്ത സഹതാപമാണ് എനിക്ക് രേഖപ്പെടുത്താനുള്ളത്. ഇതല്ല ഗുരു ഉദ്ദേശിച്ച സംസ്കാരം. ഗുരു ഉദ്ദേശിച്ച സംസ്കാരം എന്ന് പറയുന്നത് ആ സംസ്കാരത്തിന് തെറ്റുപറ്റിയത് 25 ശതയുഗത്തിന് മുമ്പാണ്. ആ സംസ്കാര രാഹിത്യത്തെ തിരുത്താനാണ് ഗുരു വളരെ കഷ്ടപ്പെട്ട് ഗുരു അടക്കമുള്ള നിരവധി ഗുരുക്കന്മാർ വന്നിട്ട് അതിന്റെ പൂർത്തീകരണം ചെയ്ത ഗുരുവിന്റെ ആശയത്തിന്റെ പ്രസ്ഥാനത്തിന്റെ തലപ്പത്ത് കയറിയിരുന്നിട്ട് അതിനെ നശിപ്പിക്കുന്ന രീതിയിൽ പിന്നെയും ഈ ദേവസമ്പ്രദായത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനും ഇതിനെയും അതിന്റെ അടിയിൽ കൊണ്ട് കെട്ടാനുമുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അത് ചരിത്രമാണ്. അതുകൂടി രേഖപ്പെടുത്തുകയും നിങ്ങളുടെ ഓരോരുത്തരുടെ അറിവിലേക്ക് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഇപ്പൊ അവര് ഒരേ സമയം അവര് 2 വേഷവും ആടുകയാണ്. ഇങ്ങനെയുള്ളവര് ഒരേ സമയം അവർ ഗുരുവിന്റെ വക്താവുകയും അവിടുത്തെ ദേവസമ്പ്രദായത്തിന്റെയും ഋഷി സംസ്കാരത്തിന്റെയും ആരാധനയെക്കുറിച്ച് പറയുന്ന വക്താവുകയും അതേസമയം ഒന്നിലധികം മുഖത്തോടുകൂടി ഇവർ തിരിഞ്ഞിരുന്നിട്ട് ഈ ദേവാരാധനയും ഈ ത്രിമൂർത്തി ആരാധനയും ഭദ്രകാളി ക്ഷേത്രത്തിലെ വിളക്ക് വയ്ക്കലും അവിടുത്തെ പൂജകൾക്ക്
പിന്നെ കർമ്മസാക്ഷിയാവാനും ഒക്കെ ശ്രമിച്ച് അവിടെ ദേവസമ്പ്രദായത്തിന്റെ അടിയുറപ്പിക്കാനും ഒരു സ്ഥലത്ത് ഗുരുവാശയത്തിന്റെ അടിയുറപ്പിക്കാനും ശ്രമിക്കുന്ന രണ്ട് വള്ളത്തിൽ കാല് വെക്കുന്ന ചതി, അത് ഈ ലോകത്ത് ഇതുവരെ വന്ന പരമ്പരയിലൊക്കെ ചെയ്ത അതേ ചതി ഇവിടെയും കരുണാകര ഗുരുവിന്റെ പ്രവർത്തനത്തിലും കടന്നുകൂടാൻ ശ്രമിക്കുകയാണ്. അത് ഗുരുമാർഗം പ്രകാശസഭ അനുവദിക്കത്തില്ല. അതിനോട് എന്നും നമ്മൾ യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും. ഇതിനെ ലോകത്തിന് മുമ്പിൽ തുറന്നു കാണിക്കുകയും ഇതിനെ തിരുത്താൻ വേണ്ട സങ്കല്പങ്ങളും പ്രാർത്ഥനകളും ലോകത്തെത്തിക്കുകയും ചെയ്യുന്ന കർമ്മമാണ് ഗുരുമാർഗം പ്രകാശസഭ പ്രവർത്തിക്കുന്നത്. അതാണ് ഗുരുവിന്റെ സംസ്കാരം. ഇതിനു വേണ്ടി ആരെയും നശിപ്പിക്കാനോ അതിനൊന്നുമല്ല നമ്മുടെ ശ്രമം നടക്കുന്നത് ഇതിനെ വിട്ടുപോകാതെ ഗുരു കൊണ്ടുവന്ന ആ കർമ്മത്തെ, ആ ത്യാഗത്തെ, അതിനെ, ആ സംസ്കാരത്തെ നിലനിർത്താൻ എന്ത് ചെയ്യണമോ അത് ചെയ്യാനുള്ള ശക്തിയും അത് പ്രവർത്തിച്ചെത്തിക്കാനുള്ള കഴിവും ലോകത്തിന് വേണ്ടി, ലോക മക്കൾക്ക് വേണ്ടി ഞങ്ങൾക്ക് കഴിയണമേ എന്നുള്ള പ്രാർത്ഥന മാത്രം. ആ പ്രാർത്ഥന എല്ലാവർക്കും വേണ്ടി സംസ്കാര ദിനത്തിൽ നമ്മുടെ ലോകത്തിന് വേണ്ടി, മനുഷ്യരാശിക്ക് വേണ്ടി ചെയ്യാൻ അറിവ് നിങ്ങൾക്കും എനിക്കും ഉണ്ടാവട്ടെ എന്നുള്ള അതിനുള്ള കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഗുരുപാദങ്ങളിൽ സമർപ്പിക്കുന്നു. സദ്ഗുരു.